ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഭാനു. അപ്പോൾ നമ്മുടെ ദീപകിന്റെ മരണം സങ്കടം, ദുഃഖത്തിലാഴ്ത്തിയ, നാടിനെ നടുക്കിയ ആ സംഭവം. പക്ഷെ നീതിപീഠം പോലും അതിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് അവർക്കുടെ സുഹൃത്തുക്കൾ പറയുന്നത്. മെഡിക്കൽ കോളേജിൽ ബോഡി വാങ്ങാൻ ചെന്നപ്പോഴും പോലീസ് സ്റ്റേഷനിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങാൻ ചെന്നപ്പോഴും സുഹൃത്തുക്കൾക്കുണ്ടായ അനുഭവമാണ് അവർ പറയുന്നത്. ഇവൾക്ക് ഒരിക്കലും നീതി കിട്ടരുതെന്നാണ് പറയുന്നത്. ആ മാതാവിന്റെയും പിതാവിന്റെയും കണ്ണീര് അവൾ എവിടെ ചെന്നാലും, അവൾക്ക് ഏത് നീതി കിട്ടിയാലും അവൾക്ക് ആ മാതാപിതാക്കൾക്കുടെ ശാപത്തിൽ നിന്നും ഒരിക്കലും നീതി കിട്ടില്ലെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾ സുഹൃത്തുക്കൾ പറയുന്നത് നീതി പീഠം പോലും കണ്ണടച്ച ഈ കഥ അവര് പറയുന്നുണ്ട്. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്ക്. ചേട്ടാ, ഇന്നലെ ദീപകിൻ്റെ മരണം അറിഞ്ഞ് നിങ്ങൾ പോലീസിനെ വിളിക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയൊക്കെ ചെയ്തല്ലോ. പോലീസുകാരുടെ സമീപനം എങ്ങനെയായിരുന്നു? നമ്മൾ പോലീസുകാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേരായിരുന്നു സ്റ്റേഷനിലുണ്ടായിരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞങ്ങൾ വാങ്ങിയിട്ടില്ലായിരുന്നു. കാരണം ഇതിലൊരു നടപടി സ്വീകരിച്ചിട്ട് ആ കുട്ടീൻ്റെ പേര് FIR ഇട്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇതിൽ പിന്മാറുള്ളൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ പോലീസ് CI ആണ് അവിടെ ഉണ്ടായിരുന്നത്. CI നമ്മൾ SIനോട് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പരാതിപ്പെടാൻ വേണ്ടി വന്നതാണ്. ഇന്ന ആളെ പേരിൽ ഇങ്ങനെ കേസ് എടുക്കണം, കാരണം ആ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളും ഞങ്ങളുടെ സഹപ്രവർത്തകരും കൂടി ചെന്നതാണ്. അപ്പോൾ അവിടെ CI ഞങ്ങൾ പറയുന്നത് കൂടി കേൾക്കാൻ തയ്യാറാവാണ്ടേ അദ്ദേഹം ജീപ്പിൽ കയറുകയും, യൂണിഫോമല്ല, അദ്ദേഹം ജീപ്പിൽ കയറുകയും ജീപ്പിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ചെന്ന സമയത്ത് അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ, അത് അവർ ചെയ്തതല്ലേ, ഞാൻ കണ്ടു വീഡിയോ. അപ്പോൾ ഞാൻ സാറോട് ചോദിച്ചു, സാർ അതിൽ എന്താ സാറ് വീഡിയോ കണ്ടതെന്ന് ചോദിച്ചു. കാരണം ആ ഒരു ഡിസ്റ്റൻസിൽ അത്രയും ഡിഫറൻറ്റിലാണ് ആ പെൺകുട്ടി നിൽക്കുന്നത്. ആ പെൺകുട്ടി അങ്ങോട്ട് പോയിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ ഈ CI ഒരു നടപടിയില്ല, ഞങ്ങൾ നടപടി എടുക്കും എന്ന് മാത്രം പറഞ്ഞിട്ട് ഇവർ നമ്മളെ അവിടുന്ന് ആട്ടിപ്പായിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ ഞങ്ങളത് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഈ ബോഡീനോട് നമ്മളൊരു അനാദരവ് കാണിക്കേണ്ടെന്ന് വിചാരിച്ചതിനെ കൊണ്ട് മാത്രം ആ ബോഡിയായിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പം ഞങ്ങൾ അവരോട് സംസാരിച്ചു, മാക്സിമം ഞങ്ങൾ പോലീസുകാർ സംസാരിച്ചു. അപ്പോൾ പോലീസുകാർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തെറ്റുള്ള മാതിരിയാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. പിന്നെയാണ് ഞങ്ങൾ അതിൻ്റെ പിന്നിലുള്ള വശങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നത്. അദ്ദേഹം ആ പെൺകുട്ടി ഒരു ലീഗിൻ്റെ കാൻഡിഡേറ്റ് ആയിരുന്നു. അരീക്കോട് വെള്ളേരി പഞ്ചായത്തിലൊരു ലീഗിൻ്റെ കാൻഡിഡേറ്റാണ്, മെമ്പറാണെന്നുള്ളതൊക്കെ ഞങ്ങൾ പിന്നീടാണ് ആ കാര്യങ്ങൾ അറിയുന്നത്. പിന്നെ ഞങ്ങളിവിടെ വന്നതിന് ശേഷം ആണ് പിന്നെ ബാക്കി എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ഈ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എല്ലാവരും ഞങ്ങളെത്തി ഞങ്ങൾക്കുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നത്. അപ്പം നിലവിൽ ഞാൻ ഇന്നലെ തന്നെ ഞങ്ങൾ പറഞ്ഞേക്കുന്നത്, ഈ ഒരു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ ഇല്ലെങ്കിൽ ഞങ്ങൾ യുവമോർച്ച എന്ന ലെവലിൽ യുവമോർച്ച പ്രവർത്തകരുടെ ഇടയിൽ യുവമോർച്ച സിറ്റി ജില്ലയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു വലിയൊരു പ്രതിഷേധ പരിപാടി ഈ ഒരു പ്രശ്നത്തിനെതിരെ ഞങ്ങൾ മുന്നോട്ട് നയിക്കും. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഇന്നലെ രാവിലെ മരണപ്പെട്ട സമയത്ത് തന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലേക്ക് ബന്ധപ്പെട്ട സമയത്ത് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ആൾ മരണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് അർത്ഥം ഒഴിവാക്കിയാൽ പോലെ പിന്നെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്നുള്ള ഒരു സംസാര രീതിയാണ് പോലീസുകാരുടെ ഭാഗത്ത് ഞങ്ങൾക്ക് ഇങ്ങോട്ടുണ്ടായത്. ഞങ്ങൾ എന്നിട്ട് മാക്സിമം അവരോട് പറഞ്ഞു, കാരണം ഒരു തെറ്റ് ചെയ്യാത്തൊരാൾ ഇങ്ങനെ ഒരു ആണായും പെണ്ണായാലും എല്ലാവർക്കും ആത്മാഭിമാനം ഉള്ളതാണ്. ഒരാൾക്ക് ആത്മാഭിമാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് സമൂഹത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ, ആ ഒരു രീതിയിലുള്ള ജീവിതം മുന്നോട്ട് കാഴ്ച വെക്കണമെങ്കിൽ നാട്ടിൽ നമുക്ക് വേണ്ടത്, സമൂഹത്തിൽ നമുക്ക് വേണ്ടത് ആത്മാഭിമാനമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ ഒരു പരിസരത്തും ഈ ഒരു പ്രദേശത്തും അങ്ങനെ മോശപ്പെട്ട ഒരു അഭിപ്രായമില്ല, കാര്യമില്ല. പക്ഷേ ഈ ഒരു കുട്ടി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ബസ്സിലേക്ക് കയറി, ബസ്സിൽ ആ കുട്ടിക്ക് സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാൻ വേണ്ടി മാത്രം ഒരു വീഡിയോ ചെയ്തതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാണ്ട് ഇതിലൊരു വേറൊരു ചേതോവികാരോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹം ഒരു സെയിൽസ് എക്സിക്യൂട്ടീവാണ്, അദ്ദേഹം ജോലിൻ്റെ ഭാഗമായിട്ട് യാത്ര ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഒരു കുട്ടി ഇദ്ദേഹത്തിനെ മാത്രം ചെയ്തെന്നല്ല പറയുന്നത്. പക്ഷേ ഈ ബസ്സിൽ കയറിയ സമയത്ത് ഇദ്ദേഹമായിരിക്കും ആ കുട്ടീൻ്റെ അടുത്ത് നിൽക്കുന്നത്. കാരണം ആ ഒരു ഡിസ്റ്റൻസ് അതിൽ കാണിക്കുന്നുണ്ട്. ഈ കുട്ടി അങ്ങോട്ടാണ് പോകുന്നത്, കാരണം അദ്ദേഹത്തിൻ്റെ ബാക്കിലാണ് ഈ പെൺകുട്ടി നിൽക്കുന്നത്. എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് ആ കുട്ടി പറയുന്നത് ഞങ്ങൾ അവർ മിസ്യൂസ് ചെയ്തു കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ അതിലൊരു മിസ്യൂസ് ചെയ്തതായിട്ട് ഒരു കാര്യവും അതിൽ കാണിക്കുന്നില്ല. അദ്ദേഹം ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈഭാഗം ഇറങ്ങുന്ന സമയത്ത് തട്ടിപ്പോകുന്നുണ്ട് എന്നുള്ള ഒരു ഇത് കാണിക്കുന്നു. പക്ഷേ ഇറങ്ങുന്ന സമയത്ത് ഈ തിരക്കുള്ള ബസ്സിലാണെങ്കിൽ എന്താ ചെയ്യുക? അല്ലെങ്കിൽ ആണുങ്ങൾക്കായിരിക്കും ഒരു ബസ്സും
പെണ്ണുങ്ങൾക്കായി ഒരു ബസ്സും ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ട് ചെയ്യുക. ആണുങ്ങൾക്കൊരു ബസ്സും പെണ്ണുങ്ങൾക്കൊരു ബസ്സും അങ്ങനെ ഇപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മൊത്തം സ്ത്രീ സമൂഹത്തെ നമ്മൾ അവഹേളിക്കല്ല, പക്ഷേ നല്ലവരായ സ്ത്രീകളുണ്ട്, എല്ലാ ആളുകളുണ്ട്. ആ സ്ത്രീ സമൂഹമാണ് ഇവർക്കെതിരെ പ്രതികരിക്കേണ്ടത്. ഇപ്പം പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ പരാതി പറയാൻ ചെന്ന സമയത്ത് മെഡിക്കൽ കോളേജ് പോലീസിന് ഒരു മുൻവിധി ഉണ്ടായിരുന്നു, അതായത് ഇങ്ങനെ ചെയ്തിരിക്കാം ഇയാൾ, ആ സ്ത്രീ കുറ്റക്കാരിയല്ലെന്നൊരു മുൻവിധിയോടെയാണ് നിങ്ങളെ സമീപിച്ചതല്ലേ? അതെ, ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് ഒരു സി ആണെങ്കിൽ നമ്മൾ ചെത്തുന്ന സമയത്ത് ഒരു പരാതി കേൾക്കാൻ തയ്യാറാവണം. അവിടെ ഏതൊരു ആളായാലും നമ്മൾ പറയുന്ന പരാതി നമ്മൾ ആരായിക്കോട്ടെ, പക്ഷേ ആ ഒരു പരാതി നമ്മൾ എന്താണ് അവർ പറയുന്നത്, അവരുടെ ഭാഗത്ത് നിന്ന് എന്താണ് പറയുന്നത്, അത് കേൾക്കാനൊരു സന്മാനസ് അദ്ദേഹത്തിന് ഉണ്ടാവണം. പക്ഷേ ആ ഒരു സന്മാനസും കാര്യമൊന്നുമില്ല. എൻ്റെ കൂടെ ഉണ്ടായ ഞങ്ങൾ നാലാളാണ് അവിടെ ഉള്ളത്. ആ നാലാൾക്കുള്ള അനുഭവം നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് നല്ലൊരു രീതിയിലുള്ള സമീപനമല്ല ഉള്ളത്. ആ വീഡിയോ ഉണ്ടായിരുന്ന മറ്റൊരു പെൺകുട്ടി നമ്മുടെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്ത കാര്യം പറഞ്ഞു. ഇല്ല, പരാതി കൊടുത്തത് പക്ഷേ ആദ്യം പറഞ്ഞത് വടകര സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, ആ വീഡിയോയിൽ കാണാൻ പറ്റുന്നത്, ആ കുട്ടി കമ്മീഷണർ പരാതി അത് കുഴപ്പമില്ല, ചേട്ടാ അറിഞ്ഞില്ലല്ലോ, അറിയുന്ന ആൾക്കാർ. അപ്പൊ നീതിപീഠം പോലും നാളെ നമ്മുടെ വീട്ടിലും ഇത് സംഭവിക്കാം. നമുക്കും ആങ്ങളമാരുണ്ട്, ഭർത്താവുണ്ട്. ഇതും നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ നിങ്ങളൊന്ന്, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണിത്. അപ്പോൾ ആണുങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചോ. ഇതിന് നീതി കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും പെണ്ണുങ്ങൾ ഈ സംഭവം തന്നെ ചെയ്യും. ഓരോ ആണുങ്ങളെയും ഇങ്ങനെ കൊന്നൊടുക്കും. എല്ലാ പെണ്ണുങ്ങളുടെയും കഥയല്ല ഞാൻ പറഞ്ഞത്, എല്ലാവർക്കുടെയും കാര്യമല്ല. ഇങ്ങനെയുള്ള റീച്ചിന് വേണ്ടിയും അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയും ആണുങ്ങളെ കൊന്നൊടുക്കുന്ന പെണ്ണുങ്ങളുള്ള ലോകമാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിന് നീതി കിട്ടരുത്. അവക്ക് നീതി കിട്ടിയാൽ എല്ലാ ആണുങ്ങളുടെ കാര്യവും പോക്കാണ്. ഇനി അവൾ ഇതിലപ്പുറം ചെയ്യും. അപ്പോൾ സൂക്ഷിക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും തരാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ടാറ്റാ.